ഞാനിപ്പോൾ യു എയിലാട്ടുള്ളത്. യു എയിലെ ദുബായിലാണ്. ഇത് ഡിസേർട്ട് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി സ്ഥലമാണ്. അതായത് ഈ ഡിസേർട്ടിൻ്റെ ഉള്ളിലായിട്ട് പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആട്ടോ അവിടെ. അതായത് നമ്മൾ രാത്രി തൊട്ട് നേരം വെളുത്തൊരു വെയിലൊക്കെ ചൂടാകുന്ന വരെ ഇവിടെ ആൾക്കാരുണ്ടാവും. അതുവരെ പാർട്ടിയും ഡി ജെ ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു അടിപൊളി വൈബായിരിക്കും. പിന്നെ ഹോട്ട് എയർ ബലൂണ്, പാരാഗ്ലൈഡിങ്, അങ്ങനത്തെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടില്ല സ്ഥലമാട്ടത്. ഡിസേർട്ട് ഡ്രീംസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു രാത്രി 11-12 മണി നേരത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നിട്ട് പിറ്റേന്ന് ഒരു 10 മണി വരെയൊക്കെ, അതായത് മരുഭൂമിയിൽ വെയിലൊക്കെ നന്നായിട്ട് ചൂടാകുന്നവരെയൊക്കെ ഇവിടെ ആൾക്കാരും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 100-150 ഡ്രംസൊക്കെയാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. കിട്ടില്ലൊരു സ്ഥലമാണ് അവിടെ. ഭയങ്കര പൊളി വൈബാണ്. അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ ചെറിയ ടെൻറ്റൊക്കെ വെച്ചിട്ട് ക്യാമ്പ് ചെയ്തിട്ട് ഈ പാർട്ടിയൊക്കെ ആസ്വദിച്ചിട്ട് ഒരു ദിവസം ഫുള്ള് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണിത്. ഭയങ്കര ഒരു അടിപൊളി സ്ഥലമാണ്. ഈ വിൻ്റർ സീസൺ കൂടി ആകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. അതുപോലെ ഒരുപാട് പാർട്ടിക്കൊക്കെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ടാവും. അതുപോലെ ഡി ജെ, അതുപോലെ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പൊളി മൂഡാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാട്ടോ ഇവിടെ. കണ്ടില്ല, ഒരുപാട് ആൾക്കാർ ഇവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്, പാട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, ഡി ജെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒക്കെ ഭയങ്കര ഒരു എൻജോയ് മൂഡിലാണ് എല്ലാവരും. ഭയങ്കരമായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. അതുപോലെ നമുക്ക് നേരം വെളുക്കാൻ നേരത്ത് ഭയങ്കര അടിപൊളി കാഴ്ചകളാണ്. അതുപോലെ അവിടെ ദൂരത്ത് കാണുന്ന വണ്ടി ടെൻറ്റുകളൊക്കെ ഉണ്ടില്ല, അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ വന്നിട്ടുള്ള സ്ഥലമാട്ടോ. അവിടെ ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഈ 4x4 വണ്ടിയിലൊക്കെ ഭയങ്കരമായിട്ട് ഈ ഡ്യൂൺസ് ബാഷിങ് അങ്ങനത്തെയൊക്കെ അഡ്വഞ്ചറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നേരം വെളുക്കാനാകുമ്പോഴാട്ടോ അടിപൊളി കാഴ്ചകൾ. ഓരോ ബലൂൺ ഇങ്ങനെ മുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടോ, അതൊക്കെ ഈ ഹോട്ട് എയർ ബലൂൺസാണ്. ഇപ്പോൾ ഒന്നൊന്നല്ല, കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബലൂൺസ് ഇങ്ങനെ വരുന്ന അടിപൊളി കാഴ്ചയാണ്. അത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബലൂൺസ് ഇങ്ങനെ പൊങ്ങി വരുന്ന കാണിച്ചു തരാം. കണ്ടില്ല, അത് ഉയർത്തുന്ന ഓരോ ബലൂൺസൊക്കെ പൊങ്ങി വരുന്നുണ്ടോ. അപ്പോൾ ഈ ദുബായിയുടെ ടൂറിസം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട്. നമ്മൾ ദുബായിൽ വന്നാൽ ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ നമുക്ക് മൊത്തമായിട്ട് ദുബായ് ഒന്ന് കാണേണ്ടി വരും. കാരണം അത്രയും ഈ ടൂറിസം ആക്ടിവിറ്റികൾ ദുബായിൽ തന്നെ ഉണ്ട് ഒരുപാട്. അതിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇത് കണ്ട ഹോട്ട് എയർ ബലൂൺസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഹോട്ട് എയർ ബലൂൺസിൽ ഈ ഒരു മോർണിംഗിൽ ഇങ്ങനെ പോകുകയെന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അടിപൊളി തണുപ്പും അതുപോലെ ഈ മുകളിലെ കാഴ്ചകൾ, ഡിസേർട്ടിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് കിട്ടില്ല എക്സ്പീരിയൻസ്. പിന്നെ സേഫ് ആയിരിക്കും കേട്ടോ, വളരെ സേഫ് ആയിരിക്കും. കാരണം ഇവിടെ അധികം മലകളോ അതുപോലെ മരങ്ങളോ തട്ടാൻ അങ്ങനത്തെ ചാൻസുകളൊന്നുമില്ല. അപ്പം വളരെ സേഫായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി ഡി ജെ പാർട്ടികൾക്കായിരുന്ന ആ ഒരു ഏരിയ ആണത്. ഒരുപാട് വണ്ടികളൊക്കെ അടിപൊളിയായിട്ടോ, 4x4 വണ്ടികളൊക്കെ അടിച്ചു പൊളിച്ച് ഇങ്ങനെ കുത്തി പൊളിച്ച് പോകുന്നതാണ് നമുക്കിവിടെ. അവിടെ ബോട്ടർ വയലൂടെ നമ്മുടെ മുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ പാർട്ടി സംഭവങ്ങളൊക്കെ ഭയങ്കര ഒരു വ്യൂവിൽ കാണട്ടോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കൂടി വരുന്നുണ്ട് വാട്ടർ ബലൂൺസ്. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൂരത്തുനിന്ന് ഒരു വാട്ടർ ബലൂൺ വരുന്നുണ്ടോ. ശരിക്കും ഇതിങ്ങനെ നമ്മുടെ ഡിസേർട്ടിൻ്റെ തിട്ടയിൽ തട്ടിയിട്ട് വരാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നല്ല ഹൈറ്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് കണ്ട് ഒരുപാട് ഇഷ്ടം പോലെ ബലൂൺസ് ആട്ടത്. നമുക്ക് ഇതിലൊക്കെ വേണമെങ്കിൽ കയറിയിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകാം. അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ വേറെ സംഭവങ്ങൾ വരാണ്ട്, ഈ പാരാഗ്ലൈഡിങ്, പാരഷൂട്ട് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളല്ലേ. ശരിക്കും ഭയങ്കര രസമാണ്. നമ്മൾ ഈ മറ്റേ ഇതുണ്ടല്ലോ കുമിളകളില്ലേ, മറ്റേ ഊതി ഒപ്പിച്ചിട്ടില്ലേ, അതുപോലത്തെ ഇങ്ങനെ ഒന്നായിട്ട് പറന്ന് വരുമ്പോൾ ഒരു വേറെ ലെവലാണിത് കാണാൻ. കാരണം അത്ര അടിപൊളി സംഭവമാണിത് കാണാൻ. എല്ലാവരും മസ്റ്റായിട്ട് ദുബായിൽ വരുന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണിത്.
ഈ ഹോട്ട് എയർ ബലൂൺ പൊങ്ങുന്നത് എങ്ങനെ മനസ്സിലായോ? ഒരു തീ ഇങ്ങനെ കത്തുന്നുണ്ടോ? ആ തീ ഇങ്ങനെ കത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ ചൂടായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകും. പിന്നെ കാറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഹൈറ്റിലും കാറ്റിൻ്റെ ഡയറക്ഷൻ ഓരോ സ്ഥലത്തേക്കായിരിക്കും. അപ്പം ഇങ്ങനെ ഹൈറ്റ് കൂട്ടുന്നതിനനുസരിച്ച് ഓരോ ഡയറക്ഷനിൽ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത് കേട്ടോ. അങ്ങനെ ഓരോ ഡയറക്ഷനിലേക്ക് നമുക്ക് ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ തിരിച്ചുകൊണ്ട് പോകാം. എൻ്റെ ഇഷ്ടംപോലെ ടെൻറ്റുകളുണ്ട് കേട്ടോ ഇവിടെ. അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ തീ കത്തിച്ചിട്ടുണ്ട്, ഒന്ന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പാണ് ഇവിടെ. മരുഭൂമി എന്ന് പറഞ്ഞൊരു കാര്യമില്ല, ഡിസംബറോ ജനുവരിയൊക്കെയാണ്. നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെ. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. ദൂരെ പാരാഗ്ലൈഡിങ്സ് വരുന്നുണ്ടോ? അടിപൊളിയായിട്ട് ഭയങ്കര സ്പീഡ്, ഭയങ്കര സൗണ്ടിലായിട്ട് അതൊക്കെ വരിക. ഭയങ്കര ചീറിപ്പായിട്ട് ഭയങ്കര ഒരു സൗണ്ടിലത് വരിക. അടിപൊളിയായിട്ട് അതിങ്ങനെ കാണാൻ. ഇപ്പോൾ ഹോട്ട് എയർ ബലൂണിൻ്റെ ഒക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി പാരാഗ്ലൈഡിങ്സിൻ്റെ സംഭവങ്ങളാണ് വരുന്നത് കണ്ടോ. ഓരോരുത്തർ ഓരോ അഭ്യാസങ്ങൾ കാണിച്ചാണ്ട് വരുന്നുണ്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് അതൊക്കെ ഇതിൽ കയറി പോകാൻ. നമുക്ക് കയറി പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷെ എന്നാലും നമുക്ക് വർത്താണിത്. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ ഇതിൽ കയറുന്നത് വർത്താണ്. എന്തായാലും തീർച്ചയായിട്ടും കയറണം. സംഭവം കിട്ടില്ല നാട്ടിൽ ഇതിലൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ. സംഭവം ഇതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡിസേർട്ടിൻ്റെ നടുക്ക്, അതും നമ്മൾ ഡിസംബർ ജനുവരിയൊക്കെ ദുബായിൽ നല്ല തണുപ്പുള്ള ടൈമായിരിക്കും. അപ്പോൾ ആ കാലാവസ്ഥയിൽ, നല്ല തണുത്ത കാലാവസ്ഥയിൽ അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഹോട്ട് എയർ ബലൂൺ, പാരഗ്ലൈഡിങ്, പാരച്യൂട്ടൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ദുബായൊക്കെ വിസിറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഡിസർട്ട് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പോട്ട് എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം. കാരണം അത്ര അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കണം. ഇതുപോലത്തെ ട്രാവലിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.